ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ പുതിയ വ്ളോഗ് ഗൈസ്. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് വ്ളോഗായിട്ടൊന്നും ഇല്ല. അപ്പോ ചെറുതായിട്ടൊരു പണി കിട്ടി ഗൈസ്. നമ്മുടെ ചെക്കൻ ഇവിടെ കിടക്കുകയാണ്. അപ്പൊ ഈ കിടത്തം കണ്ട് നിങ്ങളൊരു നല്ല അടിപൊളിയായിട്ടുള്ള കിടത്താന്നെല്ലാം വിചാരിക്കും. പക്ഷെ ഒന്നുമില്ല ഗൈസ്, ചെറുതായിട്ടൊരു പണി കിട്ടി. എന്താന്നല്ലേ? അതെ ഗൈസ്, ഇന്നലെ ചെറിയൊരു പരിപാടിക്കെല്ലാം പോയിട്ട് വന്നതാ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പഞ്ചറായി കിടക്കുകയാണ് ഗൈസ്. അപ്പൊ ഞാൻ അതിന്റെ ഇത് ഇവിടെ ഊരിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റണം ഗൈസ്. നോക്കിയാ ഫുള്ള് താണുപോയി. എന്താണെന്നറിയില്ല, വല്ല എന്തെങ്കിലും ആണി കയറിയോ എന്താണെന്ന് അറിയില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ സെറ്റപ്പായിട്ട് അവിടെ പായെല്ലാം പിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, സമയം ലേറ്റ് പോയി. കാരണം 5 മണി വരെ ആക്കിയ പഞ്ചർ ഷോപ്പ് ഉണ്ടാവും. ഇത് 5 മണിക്ക് ഇത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കഴിച്ചിട്ട് പിന്നെ പഞ്ചർ ഷോപ്പിൽ പോകണം, ഇതൊന്ന് പഞ്ചർ ഒട്ടിക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി, കലാപരിപാടികൾ. വേറെ പ്രത്യേകിച്ച് വ്ളോഗൊന്നുമില്ല, ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മളെ ചെക്കൻ്റെ ടയർ ഊരാൻ കഴിച്ചു. ഞാൻ നെട്ടെല്ലാം ചെറുതാക്കിയിട്ട് ലൂസാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി ചെക്ക് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, ജാക്കി നമ്മുടെ അടുത്ത് 2 തരം ഉള്ളത്. ഇതാണ് ശരി കാൽറ്റോന്റെ ജാക്കി. ഇത് ഞാൻ എക്സ്ട്രാ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതെന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അവിടെ കുഴിക്കേണ്ടി വരും, കുഴിച്ചിട്ട് വെക്കേണ്ടി വരും. പിന്നെ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇത് വെച്ചിട്ട് പൊക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, പൊക്കാൻ പറ്റുന്ന ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഇതിങ്ങനെ തിരിക്കണം. ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഹൈഡ്രോളിക്കാണ്, ഇങ്ങനെ ആയിക്കോട്ടെ സാധനങ്ങൾ പൊന്തിക്കോളും വണ്ടി. അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടയർ ലൂസാക്കണം. ഓൾറെഡി ഞാൻ നെറ്റ് ലൂസാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കുക. ഇനി പൊന്തിക്കാൻ നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ജാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊക്കി പൊക്കി കൊടുക്കാം. ഇവിടെ തിരിക്കാനുള്ള സ്പേസ് ഇല്ല. ഒന്നത് ഞാൻ വീടിനോട് അടുപ്പിച്ചിട്ടല്ല വെച്ചേ, അതുകൊണ്ട് തിരിക്കാനുള്ള സ്പേസ് ഇല്ല. ജസ്റ്റ് ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവരാം. ചെറുതായിട്ട് പൊന്തി പൊന്തി വരുന്നുണ്ട് സാധനം. മക്കളെ, ഈ ടയർ മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്ത് പിടിച്ച പരിപാടിയാണ്. ഏതെങ്കിലും പിന്നെ ലോകത്തെല്ലാം എവിടെയെങ്കിലും ഇപ്പോൾ ടൂറെല്ലാം പോകുമ്പോൾ പൊട്ടി കഴിഞ്ഞാൽ ആകെ അലാക്കിൻ്റെ അവലം തന്നെയാവും. കാരണം ഇത് കഴിച്ച് ഒന്നാമത് ഇതാണ്, ഈ ഹൈഡ്രോളിക് ഇല്ലേ, ഭയങ്കര സുഖം കേട്ടോ. ഇത് ഞാൻ നമ്മളെ മറ്റേ വണ്ടിക്കെല്ലാം ഇതാ യൂസ് ചെയ്യും. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് സാധനം പൊന്തി വരും. ഇതിങ്ങനെ നമ്മൾ തിരിച്ച് 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 ഊപ്പാട് ഒരുങ്ങും മക്കളെ, ഊപ്പാട് ഒരുങ്ങും. ഒരിക്കൽ നമ്മൾ വയനാട് പോയ സമയത്ത് കാട്ടിന്ന് നമ്മളെ മറ്റേ വണ്ടി ഇതേപോലെ പഞ്ചറായിന്. പഴയ വണ്ടിയാണ് കൊടുത്ത പഴയ വണ്ടി പഞ്ചറായിന്. എന്നാലും ഇതന്നെ അവസ്ഥ, ഇങ്ങനെ തിരിക്കലത്. ആ തിരിക്കലും പഠിച്ചിട്ട് ഈ ഹൈഡ്രോളിക് വാങ്ങി. ഇത് നോക്കുമ്പോൾ നമ്മൾ ഈ ആൾട്ടോന് ഹൈറ്റ് എത്തുന്നില്ല, കുറച്ച് കുഴിച്ചിട്ട് അടിയിൽ വെക്കേണ്ടി വരും. ഇനിയിപ്പോൾ കുഴിക്കാൻ നേരമില്ല, ഓൾറെഡി ലേറ്റ് ആയി. ആടാ പിന്നെ ഇതടിക്കുന്നത് പൂട്ടിയായിരിക്കും, ഇത് പഞ്ചറുകട പൂട്ടിയായിരിക്കും. നോക്കാം, അല്ലെങ്കിൽ തൽക്കാലം സ്റ്റെപ്പിന് ഇട്ടിട്ട് നാളെ പോയിട്ട് പഞ്ചർ ഒട്ടിക്കാന്ന് ഞാൻ വിചാരിക്കുന്നത്. തിരിക്കലാണ് അലാക്കിൻ്റെ അവലും കഞ്ഞി പോലത്തെ കളിയാണ് ഗൈസ്. ഒന്നും പറയണ്ട മക്കളെ, കൈൻഡിയും ഇതിൻ്റെ ഊപ്പാട് വരും. ഏകദേശം പൊന്തി, സാധനം പൊന്തി വന്ന് ഇനി ഒന്ന് ടയർ കഴിക്കേ കൊണ്ടു ഗൈസ്. അങ്ങനെ ടയർ പൊന്തിയിട്ടുണ്ട്. നോക്കിയാ വീല് ഫ്രീ ആയിട്ടുണ്ട്. ഇനി ഒന്ന് കഴിച്ചു നോക്കാം എന്താ അവസ്ഥ. ഏകദേശം പൊന്തിയിട്ടുണ്ട്. ഹൈഡ്രോളിക് വാങ്ങിയിട്ട് 2-3 പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തത്. ആൾട്ടോ തന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ കുഴിക്കുപോയത്, മണ്ണ് കുഴിച്ചിട്ട് അടിയിൽ വെച്ചിട്ട് വെക്കുപോയത്. നല്ല അടിപൊളി സാധനമായിട്ട് ഇത്. ഇത് OLX സാധനം കിട്ടും, നിങ്ങൾ വാങ്ങിക്കും, ഉപകാരപ്പെടും, ഭയങ്കര ഉപകാരപ്പെടും. ഇടയിൽ പൊട്ടി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ പിന്നെ മറ്റേത് യൂസ് ചെയ്തേ ഉള്ളൂ. ഇനി ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ നെട്ടെല്ലാം നൂരി മാറ്റാം. ഇതുവരെ ഈ വണ്ടി വാങ്ങിയിട്ട് എനിക്ക് പണിയൊന്നുമില്ല കേട്ടോ. ഞാനിതുവരെ ബൈക്കായിട്ടില്ല, ഇതും ബൈക്കായിട്ടില്ല. ഇന്നലെ നമ്മൾ പിന്നെ പോയിട്ട് വന്ന്, നൈറ്റാ പോയിട്ട് വന്ന് പരിപാടി കഴിഞ്ഞിട്ട്. പക്ഷെ ഇവിടെ എത്തി ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഫുള്ള് കാറ്റ് പോയിട്ടാണ്. ഇന്നലെ ഒരു കാറ്റ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഒരു പഞ്ചർ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ രാവിലെ നോക്കുമ്പോൾ ഫുള്ള് പറ്റിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഗൈസ്. ശനിയാണ് ഗൈസ്, മൊത്തം ശനിയാണ്. ഒന്നും പറയണ്ട മക്കളെ. പഞ്ചർ ഇതേപോലെ പഞ്ചറെല്ലാം അയക്കാൻ 2 ആൾ വേണം, എന്നാലും ഒരു രസമുണ്ടോ. 2 ആളുണ്ടാകുമ്പോൾ എന്തെങ്കിലും കഥയെല്ലാം പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ മൂഞ്ചും ഗൈസ്. ഒറ്റക്കാണെങ്കിൽ ഒരു മൂഡ് ഉണ്ടാവില്ല, മാറ്റാൻ വരാന്താവും. ഒന്നാമത് ഏതെങ്കിലും റോഡ് സൈഡെല്ലാം പെട്ടാ എൻ്റെ മോനെ അൽക്കുൽത്ത് മലാബിസായി മാറുന്നതാണ് അവസ്ഥ. 3 കഴിച്ചിട്ടുണ്ട്. ഇത് 3 കാണുന്നില്ലല്ലോ, തൽക്കാലം ഇതിനകത്തിടാം. അപ്പൊ നമ്മളെ ടയർ ഊരിയിട്ടുണ്ട് ഗൈസ്. എന്നാ മോനെ, ടയർ അങ്ങനെ പുറത്തു വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടീഷൻ നോക്കട്ടെ ഗൈസ്. ടയറിന്റെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലൊന്നും അറിയില്ല ഗൈസ്. അങ്ങനെ നോക്കിയാ ടയർ ഊരിയിട്ടുണ്ട്. ടയർ ഊരി വെച്ച് പാണി കയറിയതാണോ എന്താണെന്ന് അറിയില്ല. മൊത്തം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്താ അവസ്ഥ. ബാക്കിയെല്ലാം കണ്ടീഷനാ. ഇന്നേ വരെ സൈഡാക്കിയിട്ടില്ല കേട്ടോ. ഈ വണ്ടി തന്നെ സൈഡാക്കിയിട്ടില്ല എവിടെയും. ഫസ്റ്റ് ടൈമാണ് പഞ്ചർ എന്ന ഇത് വരുന്നത്. പഞ്ചർ ആണ്ടെന്നല്ല, നല്ല വലിയ ടയറൊക്കെ നിങ്ങള് കട്ടാണ്ട.
ഫുൾ കട്ടുണ്ട്. പിന്നെ എങ്ങനെയാ പഞ്ചറായെന്ന് അള്ളാഹ്ക്കറിയാം എന്താ അവസ്ഥ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്താ അവസ്ഥ ആണ് ഗൈസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകി നോക്കാം. ഫുള്ള് കച്ചറയാണ്. പഞ്ചറായി പോയി അയാൾ തന്നെ എന്നെ ചവിട്ടു. അയ്യോ ഫുള്ള് ചളിയാണ് ഗൈസ്. എന്താ അവസ്ഥ എന്നറിയില്ല. നോക്കട്ടെ പഞ്ചർ എന്താണ് പ്രശ്നം. ഇനി ട്യൂബ് ഇടേണ്ടി വരുമോ? ട്യൂബ്ലെസ് ആയത് സാധനം. ട്യൂബ് ഇടേണ്ടി വരുമെങ്കിൽ പണി കിട്ടും എവിടെയെങ്കിലും. പക്ഷെ ഇത് കാണുമ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇനി കണ്ടറിയാം എന്താ അവസ്ഥ. അവിടെ എത്തിയിട്ട് പഞ്ചർ കടയിൽ എത്തിയിട്ട് നോക്കേണ്ടി വരും എന്താണ് പ്രോബ്ലം. ഇത് കൈകിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. അവിടെ വേഗം കംപ്ലൈൻറ്റ് കണ്ടെത്താം. അല്ലെങ്കിൽ അവിടെ പോയിട്ട് ആണെന്ന് അയാൾക്കും ബുദ്ധിമുട്ട് നമുക്കും ബുദ്ധിമുട്ടാണ്ടല്ലോ. ഇപ്പോൾ ടയറെന്താ ഏകദേശം നീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി അവിടെ പോയിട്ട് നോക്കാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ടയർ കഴിച്ചു വെച്ചിട്ടുണ്ട്. മൊത്തം ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നോക്കിയാൽ കട്ട നോക്കി നിങ്ങൾ. ഇത്രയും കട്ട ഉണ്ടായിട്ടാണ് ഇത് പഞ്ചറായത്. ടയറിൻ്റെ പ്രശ്നമാണോ എന്താണെന്നറിയില്ല. ഇനി പാടെ കൊണ്ടുപോയിട്ട് നോക്കാം. ഇപ്പോഴത്തെ ടയറിലും ഫുൾ ഓക്കെയാണ്. പക്ഷെ ഇന്നേ വരെ തന്നെ ബൈക്കാക്കിയിട്ടാ ഫസ്റ്റ് ടൈം. അതും ഇന്നലെ പരിപാടിക്ക് പോയിട്ട് വന്ന് നൈറ്റ് കിടത്തിയതിന് ശേഷമാണ് ഈ സാധനം ഇന്ന് രാവിലെ നോക്കുമ്പോൾ പഞ്ചറായി ഗൈസ്. പഞ്ചറായി. നോക്കാം നമുക്ക് എന്താ അവസ്ഥ. ഇനി വർക്ക്ഷോപ്പിൽ പോയിട്ട് നോക്കാം എന്താ പറയുന്നല്ലോ. സാധനം കഴിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. തൽക്കാലം ഇത് സ്റ്റെപ്പിനി നിൽക്കട്ടെ. ഇനി വന്നിട്ട് നോക്കാം. സാധനം നമ്മളെ ചെക്കൻ എങ്ങനെയുണ്ട്? കൂലിയല്ലേ? കഴിയിട്ടില്ല. ഏകദേശം വണ്ടി കഴിയിട്ട് എനിക്കൊന്നും 1 മാസമായിട്ടായി. 1 മാസമല്ല 10-15 ദിവസമായി വണ്ടി കഴുകാത്ത. 15-20 ദിവസമായിട്ടായി വണ്ടി കഴുകാത്ത. പണിക്ക് പോകുന്നതുകൊണ്ട് വണ്ടി നേരം കിട്ടുന്നില്ല ഗൈസ്. കച്ചറയൊന്നുമില്ല. എന്നാൽ അരിയത്ത് പോകുമ്പോൾ കച്ചറ ഉണ്ട്. എന്തായാലും ദൂരത്തു നിന്നാകുമ്പോൾ അങ്ങനെ കച്ചറയായിട്ട് കാണൂല. ശരീരത്ത് കച്ചറ ഉണ്ട് ഗൈസ്. എന്താ ചെയ്യുക? മഴയല്ലേ? മഴയായതുകൊണ്ട് പിന്നെ ഇടക്കിടയ്ക്ക് കഴിയിട്ടും കാര്യമില്ല. എന്തായാലും ചളി ചൂട്ടിയാൽ പോകുന്നത്. അപ്പോൾ നോക്കാം എന്താ അവസ്ഥ. അപ്പം നമുക്ക് ടയർ കൂടിയേ പോയേക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ടയർ കൊടുത്തുകൊണ്ട് നമ്മുടെ പാന്തർ ബോയിലേക്ക് എത്തുകയാണ്. പാന്തർ ബോയും കഴിയിട്ടൊന്നുമില്ല. മൊത്തം ശോകമൂഖമാണ്. ഇനി വരുന്ന പഞ്ചറൊട്ടിക്കാൻ വരുന്ന എന്നാ വേമ്പോ ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നൂസിനെയും കൂട്ടുന്നുണ്ട്. നമ്മുടെ പാന്തർ ബോയ് നമ്മളെ ചെക്കനും കഴിയിട്ടൊന്നുമില്ല. നോക്കിയാ മഴയായിട്ട് കോലം നോക്കിയ മക്കളെ. അപ്പോൾ നമ്മുടെ പാന്തർ ബോയിലും നമ്മുടെ സാധനം കയറ്റിയിട്ടുണ്ട്. നമ്മുടെ പേൾ ബോയ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് എന്താ അവസ്ഥ. അവിടെ കൊണ്ടുപോയിട്ട് നോക്കാം. പഞ്ചറടിയിൽ നന്നാക്കാൻ പറ്റുമോ ഇല്ല ട്യൂബ് ഇടേണ്ടി വരുമോ ഒന്നും അറിയില്ല. വേറെ പിന്നെ ആണി കയറിയിട്ടും അങ്ങനെയൊന്നും കാണുന്നില്ല. പിന്നെ അവിടെ പോയാലറിയാം എന്താ അവസ്ഥ. അപ്പോൾ നമ്മൾ ഇഞ്ഞുക്കാക്കനെയും കൂടി കൂട്ടുന്നുണ്ട് കേട്ടാ. ഇഞ്ഞോ കമാൻ എടുത്തു. അതെ ഞങ്ങളുടെ മോളെ എന്നെ വന്ന് സെറ്റല്ലേ? പഞ്ചറൊട്ടിക്കാൻ പോയിക്കൂടെ? സെറ്റല്ലേ? ഇസാന് വരുന്നാ? ഇസാനെ വരുന്നില്ല? പാവം ചെക്ക ഇങ്ങനെ തളർന്നിട്ടിരിക്കുന്നു. സ്കൂളിലെല്ലാം പോയിട്ട് വന്നിട്ട് ആ ഒരു ഇതുണ്ടാവുമല്ലോ വിഷമം. അപ്പോൾ പോകുന്നില്ല. അതുകൊണ്ട് നീ പോകുന്നില്ല. ആള് വിഷമത്തിലിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാനും ഇന്നും കൂടി പഞ്ചർ ഒട്ടിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ പോയിട്ട് വരാം ഗൈസ്. നമ്മൾ വേഗം പോയിട്ട് വരുന്നു. ഓക്കെ പഞ്ചർ ഒട്ടിച്ചിട്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മഴ പെയ്തുകൊണ്ട് ഇതിലെല്ലാം ചളിയാണ് ഗൈസ്. നോക്കിയേ നോക്കട്ടെ. ഇതാണ് ഞാൻ വണ്ടി കയറട്ടെ. വണ്ടി എത്ര കഴിഞ്ഞിട്ടും കണക്കല്ലേ. നമ്മളിവിടെ ഫുള്ള് ചളിയായിരിക്കും ഗൈസ്. ചളിനെ കൊണ്ട് ഓരും കളിയാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ ഇതായി എന്ത് നല്ല റോഡായി, താർത്ത റോഡായി. അതിന് നമ്മളെ കേരള ഭാഗത്ത് മാത്രം കുറച്ച് ചളിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല താർത്ത റോഡാണ് ഗൈസ്. ഓക്കെ നമ്മൾ ഇതാ നമ്മളെ അയറിന്റെ മദ്രസയാണ് ഗൈസ്. ഓക്കെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ ഇതാ ബാവോട് എന്ന ഗ്രാമത്തിലൂടെ കടന്നു പോയിരിക്കുകയാണ് ഗൈസ്. നല്ല റോഡാണ് ഇത്. നല്ല അടിപൊളി റോഡാണ്. കുഞ്ഞു റോഡ് ഫുള്ള് പച്ചപ്പുല്ലായിട്ടുള്ള വഴിയാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇതുവഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ സമയത്ത് നല്ല രസം ഇതിലോട്ട് പോകാൻ വേണ്ടിട്ട്. നല്ല വൈബായിരിക്കും മഴ സമയത്ത്. നല്ല സൈഡിൽ കണ്ട സൈഡിലെല്ലാം ജനങ്ങളും നല്ല പച്ചപ്പല്ലായിട്ടുള്ള നല്ല വഴിയാണ്. നമ്മളിപ്പം പോകുന്നത് പാനീർച്ചാലിന്റെ ടൗണിൽ ഒരു പഞ്ചർ ഷോപ്പ് ഉണ്ട്. പാനീർച്ചാൽ ടൗണില് പഞ്ചർ ഷോപ്പ് കൂട്ടിയോന്ന് അറിയില്ല. അപ്പൊ അവിടെ എത്തിയാലേ അറിയും. അവിടെ പോയേക്കണം ഗൈസ്. പാനീർച്ചാൽ ടൗണിൽ പോയേക്കാം. അവിടെ ഇല്ലെങ്കിൽ ചക്കരക്കല്ലും പോയേക്കാം. അവിടെ ഇല്ലെങ്കിൽ ഗൈസ് നമ്മൾ സ്റ്റെപ്പിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ നല്ല അടിപൊളി വഴിയല്ലേ. ടയറിനുള്ള സെറ്റപ്പുള്ള വഴിയാണ്. ജൊങ്കയിലിട്ടിട്ട് ഇറങ്ങി ഗൈസ്. നമ്മളിപ്പോ പാനീർച്ചാൽ ടൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാനീർച്ചാൽ ടൗണിൽ പോയിട്ട് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് ചക്കരക്കല്ല് പോകേണ്ടി വരും. ചക്കരക്കല്ല് പൂട്ടിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല.
അവിടെ എത്തിയാൽ അറിയാം എന്താ അവസ്ഥ. പൈസ അങ്ങനെ നമ്മള് പഞ്ചർ കടയിലെത്തി ഗൈസ്. നമ്മുടെ പാന്തർപോയാടുണ്ട്, പഞ്ചർ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഇന്നു ഹിസാൻ മുസ്തഫ നോക്കട്ടെ എന്താ അവസ്ഥ. ആണിയല്ലേ അതെന്താ സാധനം? ചെറിയ കഷ്ണം. ആണി കിട്ടി, പക്ഷെ ആണിന്റെ അല്ല. ഇല്ലല്ല അത് ശരിയാ, തിരിവില്ലല്ലേ. പിന്നെ പോയതാണല്ലേ, പിന്നെ പോയതാണ്. ഇതാണോ പിന്നെ വാഴ്ചൂവിന്റെ പിന്നല്ലേ പിന്നോ പിന്നെ. ഇതാണ് നമ്മൾ വന്ന പഞ്ചർ കട. പഞ്ചർ ഒട്ടിച്ചു, നമുക്ക് പോവാം. അങ്ങനെ നിമിഷ നേരം കൊണ്ട് നമ്മൾ പഞ്ചർ ഒട്ടിച്ചിരിക്കുകയാണ് ഗേസ്. അങ്ങനെ നമ്മൾ പഞ്ചർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക്. പഞ്ചറൊന്നും ആയിട്ടില്ല, അതിന്റെ പിന്നുണ്ടല്ലോ ഉള്ളിലത്തെ പിന്ന്, അത് പോയതാണ് ഗേസ്. അതിന് ആടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മള് പാലരിച്ചാല് ഉള്ളത് ടയറുടെ ഫ്രണ്ടിലുണ്ട്. പാലരിച്ചാൽ ടൗണിലാണ് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. കുണ്ടും കുഴിയും കൂടുതലാണ് ഗേസ് പാലരിച്ചാൽ റോഡ്. എന്താണെന്നറിയില്ല, ഇന്നുവിന്റെ നാടായതുകൊണ്ടാണ് തോന്നുന്നു. കുണ്ടും കുഴിയും കുറച്ച് ജാസ്തിയാണ് ഗേസ്, ജാസ്തിയാണ്. ഭയങ്കര കുണ്ടും കുഴിയാട്ടെ ഇത്. ഇതിപ്പോ താറിനുള്ള പാസ്സായാലും എന്താ അറിയില്ല, താറൊന്നും ചെയ്യുന്നതാണില്ല. പറയുന്നത് മൊത്തത്തിൽ നിന്നോന്ന് എനിക്കൊരു സംശയമുണ്ട് ഗേസ്. കണ്ടറിയാം ഇനി എത്ര ദിവസം കഴിയും. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, അതെ, ബാബുവിടെ എത്തിയിരിക്കുകയാണ് ഗേസ്. മദ്രസ കിട്ടും തോന്നല്ലേ, അയറിന്റെ കുട്ടികളെല്ലാം പോയിട്ടുണ്ട്. മദ്രസ വിട്ടിരിക്കുകയാണ് കേട്ടോ, ബാബുവിലുള്ള മദ്രസ. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം ഗൈസ്. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഗൈസ്. ഫുള്ളും അയ്യോ മഴ പെയ്തത് കൊണ്ട് മൊത്തത്തിൽ ശോകമാണ് ഗൈസ്, ശോകമൂഖമാണ്. കുറച്ച് ചളിയല്ലുണ്ട്, പക്ഷെ മഴ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടാ. മഴ നല്ല പെയ്ത് കഴിഞ്ഞാൽ ഇവിടെല്ലാം കുറച്ച് ചളികളൊക്കെ ഉണ്ടാവും. അറിയാത്ത സ്ഥലമല്ലേ, അപ്പൊ ആ ഒരു ചളി എന്തായാലും ഉണ്ടാവും ഗൈസ്. ഇവിടെല്ലാം ചളിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം ഗൈസ്. സൈക്കിൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സൈഡാക്കി വെക്ക്, ഇത് വണ്ടി വെക്കാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ. ഫുള്ള് വണ്ടി, എങ്ങോട്ട് നോക്കിയാലും വണ്ടി. അല്ലേ അയറിന്റെ വണ്ടിക്ക് സ്റ്റാൻഡില്ല ഗൈസ്, സ്റ്റാൻഡില്ലാത്ത വണ്ടിയാണ് അയറിൻ്റെത്. ഇതല്ല ഓക്കെ. നമുക്കിനി ടയർ ഇതാ ഗൈസ്, ടയർ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇല്ല ഗൈസ്, നമ്മളങ്ങനെ ടയർ വന്നിട്ടുണ്ട് ഗൈസ്. ടയർ ഓർത്തു, ഇതോർത്തു. പിന്നെ ഇതാ ഈ പിന്നാ പോയി, ചെറിയ പിന്നണ്ട, പിന്നെ കാണുന്നുണ്ട, ഈ പിന്നാണ് ഗൈസ് പോയത്. ഈ പിന്നെ ഇന്നലെ ഞാൻ പെട്രോൾ പമ്പ് അടിച്ചു. പെട്രോൾ പമ്പ് അടിക്കുമ്പോൾ ഇത് പോയി പോകുന്നുണ്ടെന്നാണ് അയാൾ പറഞ്ഞേ, പഞ്ചർ ഒട്ടിച്ചാള്. അപ്പോൾ ഒന്നാന്ന് അറിയില്ല, അടുത്ത പിന്നിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോളി. അടിച്ചതിന് ശേഷം പോവുകയും ചെയ്ത, വേറെ കുഴപ്പമൊന്നുമില്ലേനു ഈ പിന്നെ കൂടി. ഇന്നു ഹിസാൻ മുസ്തഫ. അങ്ങനെ നമുക്ക് ടയർ ഫിറ്റ് ചെയ്യാം ഗൈസ്. ഓ ഞാൻ വിചാരിച്ചേ ഒരു 10-200 റുപ്യ എത്രയാ പഞ്ചർ ഒട്ടിക്ക് എത്ര അറിയില്ല, 200 250 അങ്ങനെയായിട്ടില്ല, 300 എത്ര 150 200 അങ്ങനെയായിട്ടുണ്ട്. പഞ്ചർ ഒട്ടിച്ചിട്ട് അതെല്ലാം വേണ്ടി വരും. നോക്ക് മാറപ്പോടെ അയാൾ പറയാ പിന്നെ പോയതാണ്. പിന്നെ 30 റുപ്യ മതി. സന്തോഷായില്ലേ? അപ്പൊ കൊടുക്കത്ത സന്തോഷം. 30 റുപ്യൊക്കെ നമ്മള് പഞ്ചർ ഒട്ടിച്ച പോലെ അല്ലേ. ഞാൻ മാത്രം അതിൻ്റെ ഉള്ളിൽ ഒരു ആണി കിട്ടി കേട്ടാ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ആണി കിട്ടി. ഇപ്പൊ നമ്മൾ വിചാരിച്ചാൽ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിയോണ്ട് ആ ആണി കയറിയോണ്ട് ഓട്ടയായിരിക്കും. ആ ആണി ചെറുങ്ങനെ നിങ്ങൾ എടുത്തു നോക്കി. ആണി എടുത്ത് നോക്കുമ്പോൾ അത് പഞ്ചറല്ല, ചെറുങ്ങനെ മുകളിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. അപ്പോൾ പിന്നിന്റെ പ്രശ്നം തന്നെയാണ്. നമുക്ക് ചെറുതായിട്ട് ടയർ ഇടാം ഗൈസ്. ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ വിരിപ്പുകൾ വിരിക്കണം. ജംഗമ വസ്തുക്കൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ചാവി ഇവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചെറുതായിട്ട് ഇതിനെ പൊക്കിയിട്ട് ഇതിനകത്തിടാം ഗൈസ്. നമ്മൾ വിചാരിച്ച് നമ്മൾ വരുമ്പോഴത്തേക്ക് അയര് മദ്രസയും വിട്ട് വരികയാണ്. നോക്കുമ്പോ അയര് വേഗം ഇടത്തിന് അല്ല അയര്. ആമ വെയിറ്റ് ചെയ്യാ, വേഗം വിട്ട ഇന്ന് മദ്രസ അത് വേഗം വിട്ട. അപ്പൊ കൂട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി 4 നെട്ട് അങ്ങോട്ട് കൊടുക്കാം. എന്റെ മോനെ
എന്റെ മോനെ ഈ പഞ്ചർ എന്നെല്ലാം പറഞ്ഞ പിരാന്ത് പിടിച്ച പരിപാടിയാ. ഇത് കഴിക്കണോ ഇത് ഇടണോ? ഇന്നലെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ ഇത് പഞ്ചറാവും. സംഭവം ഇന്നലെ നമ്മള് പെട്രോൾ പമ്പിൽ പോയിട്ട് കാറ്റടിച്ചിന്, അതിന്റെ തന്നെ ആയിരിക്കും. നോക്കുമ്പോ പിന്നു പോയതാ. പിന്നെ നമ്മള് ആ സോപ്പ് വെള്ളം ഒഴിച്ച പാട് ഇങ്ങനെ പതയിരുന്നുണ്ട് സോപ്പ് വെള്ളത്തിന്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ 30 രൂപക്ക് പരിപാടി കഴിഞ്ഞു ഗൈസ്. ഞാൻ വിചാരിച്ച് എന്തായാലും ചിലപ്പോ ടയറായിട്ടും കീറിപ്പോയിനെങ്കിൽ ട്യൂബെല്ലാം ഇടേണ്ടി വരും ചേച്ചാ. ട്യൂബ് ഇടുമ്പോ എങ്ങനെയാലും 100-500 രൂപ കണക്കായിരിക്കും. അപ്പൊ നമ്മളെ ചെക്കന ഇട്ടിട്ടുണ്ട് ഗൈസ്. എവിടെ സ്റ്റാൻഡ് പോലത്തെ കാണുന്നു എന്റെ മോള്? ഇതാണ് മക്കളെ, ഇത് സ്റ്റാൻഡ് അല്ല, ഇത് ജാക്കി എന്ന് പറയും. അതായത് നമ്മൾ വണ്ടി പൊന്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ജാക്കി. ഓക്കെ, ഇനി നമുക്ക് ഇത് ഊരണമെങ്കിൽ ഊരേണ്ട സാധനം ഇതിലാണ് കേസ് ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഹൈഡ്രോളിക് ജാക്കി ആണെങ്കിൽ ഇങ്ങനെ മറ്റേ അതിലൊരു ബട്ടൺ ഇല്ലേ, അത് ഞെക്കി കൊടുത്താൽ താഴെ വരും. ഇതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. ഇതിപ്പോ നമ്മൾ എല്ലാ പണി കഴിഞ്ഞാലും ഇതിങ്ങനെ ഇട്ട് തിരിക്കണം കേസ്. എന്തിന്? ഇത് ലൂസാക്കാനും തിരിക്കണം, ടൈറ്റ് ആക്കാനും തിരിക്കണം. ഇതാണ് ഇതിന്റെ വലിയ പ്രശ്നം. ചില സമയത്ത് വീരാന്ത് പിടിക്കും കേസ്. പക്ഷെ എന്ത് ചെയ്യാനാ, പഞ്ചറായിനോ കഴിക്കേണ്ടി വരും. അത് റോട്ടുമൊന്നും ആകാത്ത ഭാഗ്യം. നമ്മള് രാത്രി വെച്ചിട്ട് രാവിലത്തേക്കായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ തന്നെ കഴിച്ചിട്ട് കൊണ്ട് ഇവിടെ തന്നെ സെറ്റ് ചെയ്തില്ലേ. റോട്ടുമൊന്നാണെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഉദാഹവ അയറിലടിച്ചിട്ടിട്ടോ തിരിക്കുന്നത് ഇന്നുവല്ല ഇങ്ങനെ എടുത്തിട്ട് കഴിക്കേണ്ടി വരും. ദിവസം നമ്മൾ ജാക്കി എടുത്തിട്ടുണ്ട്. വണ്ടി ഫുള്ള് താണ്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇന്നിട്ട് ടൈറ്റ് ചെയ്യാം ഗൈസ്. എങ്ങോട്ടാണ് ടൈറ്റ്? ഇങ്ങോട്ടല്ലേ ടൈറ്റ് ചെയ്യാം ഗൈസ്. ടൈറ്റ് ചെയ്ത് നോക്കുന്ന കയ്യോ അതിനെക്കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നോക്കായി ഇങ്ങനെ ചെയ്യാ, ഇങ്ങോട്ട് ടൈറ്റ് ആക്കാൻ കഴിയാ. ഇനിയിപ്പോ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ എന്തെങ്കിലും ലായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ചറൊട്ടിക്കാലോ. അതെന്താ പിന്നെ ചെയ്തുകൂടെ? അങ്ങനെ പറയല്ലായിരുന്നു. അങ്ങനെ ടയർ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീൽ കപ്പ് വെക്കാം ഗൈസ്. വീൽ കപ്പ് ഏകദേശം മാറ്റാനായി. ഞാൻ എടുക്കുമ്പോഴുള്ള വീൽ കപ്പ് ഇത്, പക്ഷെ നല്ല വീൽ കപ്പാണ്. ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ഹോള് നോക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിട്ട്. കിടറെ ഹോൾ, കിടറെ വൈ കിടറെ ഹോൾ ഇവിടെ നോക്കിയിട്ട് ഇവിടെ അങ്ങ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ മോനെ തെറ്റല്ലേ വൈബായില്ലേ. അങ്ങനെ ഗൈസ് പഞ്ചർ ഒട്ടിച്ചിരിക്കുകയാണ്. എല്ലാവിധ തളർന്ന് മോനെ തളർന്ന് പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അങ്ങനെ പഞ്ചറൊട്ടിക്കൽ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, ഹയറിയിടുണ്ട്. മദ്രസയെല്ലാം പോയിട്ട് മൊഞ്ചത്തിയായിട്ട് വന്നിട്ടുണ്ടല്ലേ. മൊഞ്ചത്തിയായിട്ട് വന്നിനാ മൊഞ്ചത്തിയായിട്ട് ഈസാൻ പിന്നെ സ്കൂളൊക്കെ വിട്ട് വന്നു. മദ്രസ രാവിലെ ആണ്. ഹാപ്പി രാവിലെ കഴിഞ്ഞല്ലേ. അപ്പൊ നമ്മളെ അപ്പൊ നമ്മളെ ചെക്കൻ എന്ത് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നോക്കിയാ അപ്പം ഓക്കെയാണ്, കാറ്റെല്ലാം ഓക്കെയാണ്. ഇനി ഒന്ന് കഴുകണം ഗൈസ്. കഴുകാൻ ഇനി സമയമുണ്ടെന്ന് തോന്നുന്നില്ല. നാളെ കഴുകല്ലേ ഇന്നു വണ്ടി? യെസ്, ഇന്നോന്ന് കേട്ടോ നമ്മളെ വണ്ടി തന്നെ ഹെൽപ്പർ ഇന്നോ. പിന്നെ നമ്മളെ ഐരമേശ ഉണ്ടാവും. ഐരമേശ പിന്നെ ഹെൽപ്പറിന്റെ ഉസ്താദാണ്. സോപ്പ് വെള്ളെടുത്തിട്ട് ഇങ്ങനെ പതപ്പിക്കും. നമ്മളെ ചെക്കൻ്റെ ഇതാ മുസ്തഫ ഉണ്ടല്ലോ കഴുകാന്. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. പ്രതീക്ഷിക്കാണ്ടാട്ടോ ഇന്ന് പഞ്ചറായത്. പ്രതീക്ഷിക്കാണ്ട് വണ്ടി പഞ്ചറായി. പഞ്ചറല്ല, നെക്ക് പോയതാണ് അതിന്റെ. അപ്പൊ അത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ പാന്തർ ബോയ് ഇവിടെ ഉണ്ട്. പാന്തർ ബോയിനെ ഒന്ന് കുളിപ്പിക്കണം. പിന്നെ നമ്മുടെ പേൾ ബേബിനെ ഒന്ന് കുളിപ്പിക്കണം. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് നാളെ കാണാം ഗൈസ്. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,